സ്വർണം കട്ടവനാരപ്പ സഖാക്കളാണേ അയ്യപ്പ മാറ്റിയതാരപ്പ സഖാക്കളാണേ അയ്യപ്പ. മേഘ ഈ പാട്ട് കേട്ടിരുന്നോ? കുറച്ച് ശബരിമല അയ്യപ്പ ഭക്തി ഗാനങ്ങളുടെ പാരഡി ഗാനം ഇതാദ്യമായല്ല പുറത്തിറങ്ങുന്നത്. ഇതിനു മുമ്പ് ഒരിക്കലും വിവാദമാകാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണ്ണപ്പാളികൾ മാറ്റിയേ, ശാസ്താവിന്ധനമൂർത്തിയേ, സ്വർണം കട്ടവനാരപ്പ സഖാക്കളാണേ അയ്യപ്പ. ഈ ഗാനത്തെ ചുറ്റിപ്പറ്റി ഉയർത്തുന്നത് ഈ ഗാനത്തിൽ അയ്യപ്പ ഭക്തരെ വേദനിപ്പിക്കുന്ന ഒരക്ഷരം പോലും ഇല്ലെന്നത് എല്ലാവർക്കും അറിയാം. വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭക്തർക്കല്ല, ശബരിമലയിൽ നിന്ന് സ്വർണം അടിച്ചു മാറ്റിയവർക്കും അവരെ പിന്തുണക്കുന്നവർക്കുമാണ്. ജാതിമത രാഷ്ട്രീയമില്ലാതെ മുഴുവൻ ജനങ്ങളും ഈ ഗാനം ഏറ്റെടുത്തിരിക്കുന്നു. ഇതാണ് ചിലരെ അസ്വസ്ഥരാക്കുന്നത്. വിശ്വാസത്തെയല്ല, രാഷ്ട്രീയ അസഹിഷ്ണുതയെയാണ് ഈ വിവാദം തുറന്നു കാണിക്കുന്നത്. ഏതായാലും വ്യാജ വിവാദങ്ങൾക്കപ്പുറം വളരെ രസകരമായ ഒരു ചർച്ചയാണ് നടക്കുന്നത്. നമുക്ക് അതൊന്ന് ആസ്വദിക്കാം. സ്വർണം കട്ടവനാരപ്പ സഖാക്കളാണേ അയ്യപ്പ മാറ്റിയതാരപ്പ സഖാക്കളാണേ അയ്യപ്പ. മേഘ ഈ പാട്ട് കേട്ടിരുന്നോ? കുറച്ച് കേരളം ഒന്നടങ്കം പാടുന്നു. അതെ, ആരപ്പ സഖാക്കളാണ്. അല്ല, സത്യമായും ഇപ്പൊ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കഴിഞ്ഞ ദിവസം പറയുന്നു ഇത് സത്യം പറഞ്ഞാൽ ഒരു 2 ആഴ്ച മുമ്പ് ഇറക്കി വിടണമായിരുന്നു എന്റെ. അതായത് നമ്മളൊക്കെ പല കൊട്ടിക്കലാശത്തിന് പോകുമ്പോൾ 4-5 ബോക്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. BJP-ക്കാരും കോൺഗ്രസ്സുകാരും എല്ലാവരും ഇത് കൊണ്ടിട്ട് ഒരു 10 അവിടെ സുഹൃത്തുക്കളൊക്കെ പറയുന്നത് CPM-കാരും അതേ ഇടതുപക്ഷ അനുഭാവികളും എല്ലാം പറ്റി ഉരുകി താഴോട്ട് പോകുന്ന ആ ഒരു പാട്ടിന് ഭൂമി പിളർന്ന് താഴെ പോയെന്ന് പറഞ്ഞ അവസ്ഥയാണ്. ആ പാട്ടിനുണ്ടാക്കിയ ഇമ്പാക്ട് അത് വളരെ വലുതല്ലേ? വളരെ വലുതാണ്. അത് എനിക്ക് തോന്നുന്നു CPM-കാരും ഇത് ഒരുപോലെ വൈബിങ്ങിന് രാഷ്ട്രീയ മതിലുകളില്ല എന്ന് കാണിച്ച ഒരു പാട്ടാണിത്. ഇതിനു മുമ്പ് വെള്ളാപ്പള്ളിയെ പറ്റിയൊരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശ ദൈവമേ ഞങ്ങളെ, ആ പാട്ടല്ലേ? ആ പാട്ടായിരുന്നു അതുണ്ടാക്കിയ ഓളം. എനിക്ക് തോന്നുന്നു നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്താണ്. ബസ്സിൽ പാടുന്നു, സ്കൂളിൽ പാടുന്നു, ട്യൂഷൻ ക്ലാസ്സിൽ പാടുന്നു. അതൊരു വൈബായിരുന്നു. അല്ല, ഒരു കാലഘട്ടത്തിൽ CPM വലിയ രീതിയിലുള്ള എന്താണ് വിപ്ലവ ഗാനങ്ങൾ. ഇപ്പോൾ ഞാനും പാരണമൊക്കെ അവിടെ ഇരുന്ന് പാടിയില്ലേ? അപ്പൊ ഞാൻ അരുണോട് പറഞ്ഞു, പഴയ പാട്ടുകളുടെ പല വരികളും മറന്നു പോകുന്നു. മറ്റേ രക്തതാരകം, രക്തസാക്ഷി, ആ സാധനം ഒക്കെ പാടി കഴിഞ്ഞു. പക്ഷെ ഈ കാലഘട്ടത്തിൽ ജെൻസികൾ ഉൾപ്പെടെ, പുതുതലമുറയിൽപ്പെട്ടവർ ഉൾപ്പെടെ, അല്ലെങ്കിൽ ഒരു നമ്മളെപ്പോലെ യൗവനത്തിലുള്ളവർ, പിന്നെ അല്ലെങ്കിൽ കുറച്ചുകൂടെ പ്രായമായവർ എല്ലാവരും തന്നെ. ഇന്നലെ ഞാനാണെങ്കിൽ ഒരു വീട്ടിൽ പോയ സാഹചര്യത്തിൽ ഞാനിങ്ങനെ ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങാൻ നമ്പർ വാങ്ങിയപ്പോൾ ഒരു അമ്മയാണ്, നമ്മുടെ ഒരു ഇതാണ്, നമ്മുടെ ഓഫീസുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ ഇട്ടപ്പോഴത്തേന് ഒരു പാട്ട്, സ്വാമിയെ അയ്യപ്പോ പോറ്റിയേ കേറ്റിയേ. ഇത് കേൾക്കുമ്പോ പറയാ എങ്ങനെയുണ്ട് മോനെ, നല്ല പാട്ടല്ലേ ഇത്. അപ്പം എല്ലാവരും റിംഗ് ട്യൂൺ ആക്കുന്ന, അല്ലെങ്കിൽ ഇതിപ്പോ കോളർ ട്യൂൺ ആയിട്ട് വരും. സ്പോട്ടിഫൈയിൽ വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇൻസ്റ്റാഗ്രാം എടുത്തിട്ട് ഒരു 5 റീല് സ്ക്രോൾ ചെയ്യുന്നതിനിടയ്ക്ക് ഇതിന്റെ ഒരു പാട്ട് വരും. അതെ, ഇന്നലെ ഈ UDF ജയിച്ചപ്പോ തൊട്ട് ഈ പാട്ടുകൾ കൊണ്ടങ്ങ് നിറയുകയാണ്. അത് ഇതിന്റെ താഴെയുള്ള കമന്റ്സ് എല്ലാം പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ 2 ആഴ്ച മുന്നേ ഇതൊന്ന് ഇറക്കി വിട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടെ പൊളിച്ചേനെ. ഇത് എനിക്ക് തോന്നുന്നു ഇലക്ഷൻ ഒരാഴ്ച മുമ്പോ 2 ദിവസം മുമ്പോ ഒരുപാട് പ്രചാരണം കിട്ടിയിരുന്നില്ല. വോട്ടെടുപ്പിന്റെ എനിക്ക് തോന്നുന്നു ഞാൻ വോട്ടിട്ടതിന്റെ അടുത്ത ദിവസം കണ്ടാണ് ഞാനിത് കേൾക്കുന്നത്. തീർച്ചയായിട്ടും. ഞാൻ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഞാൻ പറഞ്ഞില്ലേ, കൊട്ടിക്കലാശ സമയത്തൊക്കെ സാധാരണ പാരഡികൾ, നാടിൻ നന്മകനെ പൊന്മകനെ, ആ സാധനമൊക്കെ കേൾക്കുന്നിടത്ത് ഇപ്പോ അന്ന് കേട്ടുകൊണ്ടിരുന്ന പാട്ട് ഞാൻ നല്ല ട്രാക്കാണല്ലോ. അതായത് നമ്മളങ്ങ് ഇരുത്തും. ഇപ്പം രാഷ്ട്രീയ ഭേദമന്യേ, ജാതിമത ഭേദമന്യേ ഈ പാട്ടിലേക്ക് നമ്മളെങ്ങനെ അല്ല, പ്രധാനപ്പെട്ട വരിയാണ് പോറ്റിയെ കേറ്റിയെ, ആ സാധനമാണ് അതിലെ ഹൈലൈറ്റ്. അതാണ് എല്ലാവരെയും ഇരുത്തുന്ന ഒരേപോലെ വൈബിപ്പിക്കുന്ന ഒരു പാട്ട്. അതുപോലെ ഇന്ന് രാവിലെ PC വിഷ്ണുനാഥ് അതിന്റെ ബൈറ്റ് എടുത്തപ്പോ
എന്ത് താളാത്മകമായി സാധാരണ ഈ പി.സി. വിഷ്ണുനാഥ് സ്റ്റേജുകൾ കിട്ടിയാൽ പാട്ട് പാടുന്ന ഒരാളാണ്. മറ്റേ ഇടയ്ക്ക് വെച്ച് മറ്റേ അതായിരുന്നു, ഏതാണ് നമ്മുടെ ഫഹദ് ഫാസിലിന്റെ സിനിമയുണ്ടല്ലോ ആവേശത്തില്, ആ പാട്ടൊക്കെ പാടി ആൾക്കാരെ വൈബ് ചെയ്യിപ്പിക്കുക. ഞാൻ നാവൽ നോക്കിയപ്പോൾ ഡൽഹിയിലാണെന്ന് തോന്നുന്നു, കോട്ടയ്ക്ക് എല്ലാ ചാനലുകൾക്ക് മുമ്പിൽ പെട്ടെന്ന് റീല് ഫേസ്ബുക്ക് എടുത്തപ്പോ കേറ്റിയേ പോറ്റിയേ അത്തരത്തിൽ ഒരു റീല് വരുന്നു. അപ്പോൾ അവര് തന്നെ പറയുന്നത് ഇത് ആരെഴുതിയതെന്ന് അറിയില്ല, ആരാണ് സംഗീതം ചെയ്തതെന്ന് അറിയില്ല. അതെനിക്ക് തോന്നുന്നു ഒരു കോൺഗ്രസിന്റെ ആരോ ആണ്, അത് ഡീറ്റെയിൽസ് വരുന്നുണ്ട്. അപ്പോൾ അത് ഉറപ്പായിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ ഇത് ആരാണെന്നറിയില്ല. പക്ഷെ ആ സംഗീതം, ആ അർത്ഥവത്തായ വരികൾ, ഇതെല്ലാം തന്നെ അങ്ങ് ആഘോഷിക്കുകയാണ്. പക്ഷേ സി പി എംകാരായിട്ടുള്ള സുഹൃത്തുക്കളും പ്രവർത്തകരും അനുഭാവികളും പറയുന്നുണ്ട് നമ്മളങ്ങ് ഭൂമി പിളർന്ന് താഴോട്ട് പോയെന്ന് പറഞ്ഞാലും പക്ഷെ നമ്മളാ പാട്ട് ആസ്വദിക്കുന്നുണ്ട്. ഇജ്ജാതി ഒരു സാധനം, ഇജ്ജാതി ഒരു ഐറ്റം കൊള്ളാം, നല്ല സാധനം, ഇതേപോലൊരു സാധനമായിരുന്നു വേണ്ടിരുന്നത്. പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇതൊരു 3 ആഴ്ച മുമ്പെങ്കിലും ഒന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ എല്ലാവരിലേക്കും എത്തി നല്ല വലിയ രീതിയിൽ എന്താണ് ജനപിന്തുണ കിട്ടുന്ന. ശരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയമാകുമ്പോഴേക്കും ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ പോകും. റിലീസിന്റെ ടൈമിന്റെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഇത് അല്ല, പാട്ട് താളാത്മകമല്ലേ? താളാത്മകമാണ്. ഇന്നലെ ഇവിടെ ബോയ്സ് സ്റ്റേജ് ചെയ്യുന്ന ഇവിടുത്തെ പിള്ളേര് പറയുന്നുണ്ടായിരുന്നു, രാത്രി ആരോ ഈ പാട്ടിട്ട് ഇങ്ങനെ വൈബ് ചെയ്തേക്കുമോ രാത്രി. അത്തരത്തിൽ എല്ലാവരും ഒരുപോലെ വൈബ് ചെയ്യാണ്. രാഷ്ട്രീയമുള്ളവർ, CPM-കാർ, BJP-കാർ, കോൺഗ്രസ്സുകാർ, രാഷ്ട്രീയമില്ലാത്തവർ പോലും ഈ പാട്ട് പാടി നടക്കുന്ന ലിറിക്സും ഇതുമായിരിക്കും, ടെമ്പോ താളം വരികളാണ്. പോറ്റിയേ കേറ്റിയേ. അതെ, എന്തായാലും ഇതുപോലുള്ള പക്ഷെ ക്രിയേറ്റിവിറ്റിക്ക് എല്ലാവരും സ്ഥാനം കൊടുക്കുന്നുണ്ട്. എല്ലാവരും അത് CPM-കാര് പോലും. എനിക്കത് വളരെ സന്തോഷം തോന്നി. CPM-കാര് പാടി നടക്കുന്നുണ്ട്, ഇത് അവര് തന്നെ അവരുടെ വീഴ്ചകൾ പാടി നടക്കുന്നുണ്ട്. പക്ഷെ ഇതൊരു ക്രിയേറ്റിവിറ്റിക്ക് സ്ഥാനം എല്ലായിടത്തും കൊടുക്കണം. നമ്മള് പറയാറുണ്ട് ഇലക്ഷൻ സമയമാകുമ്പോ ഓരോ പാട്ടിനെ നശിപ്പിക്കാനായിട്ട് ഓരോന്ന് ഇറങ്ങിക്കൊടുക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോ നമ്മളുടെ അടുത്ത സുഹൃത്തുക്കളെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളൊക്കെ ലോകയിലെ പാട്ട് വെച്ചിട്ട് അത് എന്താണ് ആ വരികളെന്ന് പോലും അറിയാം. പക്ഷെ ഇത്തരത്തിൽ അർത്ഥവത്തായിട്ടുള്ള വരികളുള്ള അതെ ഈ പാട്ടുകളൊന്നും നമുക്ക് ഓർമ്മയില്ല എന്നുള്ളതാണ്. നമ്മളിങ്ങനെ പറയുമ്പോൾ പോലും പാടാനായിട്ടൊരു പാട്ട് മനസ്സിൽ നിൽക്കുന്നില്ല. പക്ഷെ ഈ പാട്ടിന്റെ തട്ടെന്നും താണു തന്നെ നിൽക്കും. അതെ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഈ പാട്ട് പാടിയിരിക്കുന്നത് ഡാനിഷ് മുഹമ്മദ് എന്ന് പറയുന്ന പുള്ളിക്കാരനാണ്. ഡാനിഷ് മുഹമ്മദ് ആണ്. ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് തോന്നുന്നു പലയിടത്തും കമന്റുകളായിട്ട് അദ്ദേഹത്തിന്റെ പേരുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇത് കേവലം ഒരു പാട്ട് മാത്രമല്ല, ഇതൊരു പ്രതിഷേധത്തിന്റെ സ്വരമാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് ഇപ്പോഴല്ല, നേരത്തെ ഇറങ്ങിയതാണ്, ശ്രദ്ധയിലേക്ക് എത്താനായിട്ട് താമസം എടുത്തതാണ്. പക്ഷെ ഇത്തരത്തിലൊരു പാട്ട് നേരത്തെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള PR വർക്കുകൾ നടത്തി ജനസമൂഹത്തിന് മുമ്പിലേക്ക് എത്തിച്ചാൽ മതിയായിരുന്നു എന്നുള്ളതാണ്. ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ പാരഡികളിൽ ഇലക്ഷൻ പാരഡി UDF തദ്ദേശം തൂക്കിയതുപോലെ ഇലക്ഷൻ പാരഡി ആര് തൂക്കി എന്ന് ചോദിച്ചാൽ അത് സ്വർണം കട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ, കേറ്റിയെ പോറ്റിയെ, അതേപോലെ ലോഹം മാറ്റിയത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ, ആ പാട്ട് തൂക്കിയിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും എഴുതിയ ആളെ കിട്ടിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. അതെ, അർത്ഥവത്തായ വരികൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ള വരികൾ. അതായത് ഒറ്റ പ്രാവശ്യം ചില പാട്ടുകളുടെ ലിറിക്സ് ഒക്കെ കേട്ടാൽ നമുക്ക് മനസ്സിൽ നിൽക്കില്ല. ഞാൻ വളരെ കുറച്ച് മണിക്കൂറായുള്ള പാട്ട് കേട്ടു. പക്ഷെ ഇപ്പൊ നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിന്റെ റീൽ ഫീഡ്സ് തുറക്കാൻ പറ്റുന്നില്ല, എല്ലായിടത്തും ടാഗ് ചെയ്തിട്ടേക്കുക.